വിഷമിക്കാൻ പാടില്ല. നമ്മൾ ദുആ ചെയ്യണം. അവര് വരാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. അവരുടെ ദീർഘായുസ്സാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മുടെ ആയുഷ്കാലം മുഴുവനും ജീവിക്കുന്നതിനേക്കാൾ അവരുടെ ഒരു ദിവസത്തിന് വിലയുണ്ട്, ബഹുമാനമുണ്ട്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ലഭ്യ ഉസ്താദ്, ഞാൻ ആലോചിക്കുകയാണ്, അതാ സുബഹി നേരത്ത് രാത്രി ഏത് പാതിരാത്രി വഴുതു പറഞ്ഞാലും എവിടെ എത്തിയാലും, ഏത് പാതിരാത്രി കാസർഗോഡും മംഗലാപുരത്തും തിരുവനന്തപുരത്തും എവിടെ വഴുതിന് പോയി വന്നാലും അതാ കാറിലാണ് സഞ്ചരിക്കാറുള്ളത്. ആ കാറിലാണ് ഉറക്കം, വേറെ ഉറക്കമില്ല. ഉറക്കുന്നത് കാറിലാണ്. കാറിൽ ഉറങ്ങിയാൽ ഉറങ്ങി, അതല്ലാതെ വേറെ ഉറക്കമില്ല. സുബഹിയാകുമ്പോൾ ചിലപ്പോ കുറച്ച് മുമ്പ് അതാ ഉറങ്ങാൻ കിട്ടിയാലോ സുബഹിക്ക് മണിക്കൂറിന് മുമ്പ് തന്നെ എഴുന്നേൽക്കും. തഹജ്ജുദ് നിസ്കരിച്ച് അതാ റബ്ബിനോട് ദുആ ചെയ്യലാണ്. അങ്ങനെ സുബഹിക്ക് നോക്കുമ്പോൾ അതാ പള്ളിയിൽ മസ്ജിദുൽ ഹാമിയിൽ ഒന്നാമത്തെ സഫിൽ നിസ്കാരത്തിന് ഉസ്താദുണ്ട്, ജമാഅത്തിന്. നമ്മുടെ രാത്രി മുഴുവനും കിടന്നുറങ്ങിയിട്ടും പള്ളിയുടെ അടുത്ത് വീടുണ്ടായിട്ടും നമ്മൾ ജമാഅത്തിന് പോകുന്നില്ല. ഉസ്താദ് രാത്രി മുഴുവനും ഓടി നടന്നിട്ടും മർക്കസിലെത്തിയിട്ടും സുബഹി നമസ്കാരത്തിന് ഉസ്താദ് പള്ളിയിലാണ്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞാലോ 1000ഓളം മുതഅല്ലിമുകളെ കാത്തിരിക്കുന്നു ബുഖാരി ദർസിന് വേണ്ടി. ലോകത്ത് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഖുർആനിനെ കഴിച്ചാൽ പിന്നെ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. ആ ബുഖാരി ഇങ്ങനെ ചൊല്ലി കൊടുക്കുന്നു, ഹദീസ് ഇങ്ങനെ ചൊല്ലി കൊടുക്കുന്നു. എത്രയോ ശിഷ്യന്മാർ, 1000ഓളം വരുന്ന ശിഷ്യന്മാർ, അവരിങ്ങനെ അവിടുന്ന് ഇൽമു പഠിക്കുന്നു, ഹദീസുകൾ പഠിക്കുന്നു. അങ്ങനെ 9 മണിയാകുമ്പോ ഉസ്താദ് ബുഖാരി കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്നാലോ അവിടെ മുഴുവനും അതാ 100 കണക്കിന് ആളുകളാണ്. പള്ളിയേണ്ടവർ, മകളെ കെട്ടിക്കാനുള്ളവർ, രോഗം സുഖപ്പെടേണ്ടവർ, വരയില്ലാത്തവർ, വെള്ളം ആവശ്യമുള്ളവർ, ഇങ്ങനെ എത്ര ആളുകളാണ്.